ഹായ് ഹലോ 9ാമത്തെ ആഴ്ചയിലെ കുഞ്ഞിൻ്റെ വളർച്ചയെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ കുഞ്ഞ് ഒരു സ്ട്രോബെറി അല്ലെങ്കിൽ ലിച്ചിയുടെ വലിപ്പമെത്തിയിട്ടുണ്ടാകും. കുഞ്ഞു ശരീരത്തിൽ എല്ലാ അവയവങ്ങളും കാണുമെങ്കിലും അവ പൂർണ്ണ രൂപത്തിലാവാൻ ഇനിയും ദിവസങ്ങളെടുക്കും. കൺപോളകൾ രൂപപ്പെടുന്നത് 9ാമത്തെ ആഴ്ചയിലാണ്. ഇപ്പോൾ അവ കൂടിച്ചേർന്ന് അടഞ്ഞ രീതിയിലാണ് ഉണ്ടാവുക. കാരണം കണ്ണിലെ പ്രധാന ഭാഗങ്ങളൊന്നും വളർന്നിട്ടില്ല. വളർച്ച എത്താതെ ഈ ഭാഗങ്ങളെ അമ്നോറ്റിക് ഫ്ലൂയിഡിൽ നിന്ന് സംരക്ഷിക്കാനാണ് ഇങ്ങനെ അടഞ്ഞിരിക്കുന്നത്. അതേപോലെ കുഞ്ഞിൻ്റെ ലിംഗം രൂപപ്പെട്ടിട്ടുണ്ടെങ്കിലും ഏത് കുഞ്ഞാണെന്ന് തിരിച്ചറിയാൻ ഇപ്പോൾ സാധിക്കില്ല. മാത്രമല്ല ഹൃദയം വികസിച്ച് 4 അറകൾ ഉണ്ടാവുന്നത് ഹൃദയധമനികൾ ഉണ്ടാവാൻ തുടങ്ങുന്നതും ഈ ആഴ്ചയിലാണ്. കുഞ്ഞു ഹൃദയം മിനിറ്റിൽ 160 തവണ എന്ന സ്പീഡിൽ മിടിക്കുന്നുണ്ടാകും. കുഞ്ഞ് ഇനിയും ശ്വസിക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിലും അതിനായിട്ടുള്ള ചലനങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ടാകും. ഇനി ഗർഭകാലത്തിൻ്റെ 9ാമത്തെ ആഴ്ചയിൽ അമ്മയിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് മൂഡ് സ്വിങ്സ്, അസിഡിറ്റി, ഗ്യാസ് തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെ അനുഭവപ്പെടാം. അതേപോലെ നിങ്ങളെ ഏറെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നാണ് നെഞ്ചരിച്ചിൽ. ഈ നെഞ്ചരിച്ച് കുറയ്ക്കാനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദിവസവും 3 നേരം കഴിക്കുന്നതിന് പകരം 5-6 നേരം ഭക്ഷണം കഴിക്കുക. എരിവും എണ്ണയും ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. അതേപോലെ തന്നെയാണ് ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കാതിരിക്കുക. ഇത്രയൊക്കെ ചെയ്തിട്ടും നെഞ്ചരിച്ചിൽ മാറുന്നില്ല എങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നുകൾ കഴിക്കാവുന്നതാണ്. അതേപോലെ ഗർഭിണികളിൽ സാധാരണയായി കാണുന്ന ഒന്നാണ് മൂഡ് സ്വിങ്സ്. ക്ഷീണം, ഹോർമോൺ ചേഞ്ചസ്, പിരിമുറുക്കം തുടങ്ങിയ കാരണങ്ങൾ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഈ മൂഡ് സ്വിങ്സ് മാറാനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ചുറുചുറുക്കോടുകൂടി ഇരിക്കുക, മാനസിക സമ്മർദ്ദം കുറയ്ക്കുക, മറ്റുള്ളവർ പറയുന്നത് കേട്ട് കൂടുതൽ ചിന്തിച്ചത് സമ്മർദ്ദം കൂട്ടാതെ കൂട്ടുകാരോടോ വീട്ടുകാരോടോ ഒക്കെ സംസാരിക്കുക, ക്ഷീണം തോന്നുന്ന സമയത്ത് നല്ല രീതിക്ക് റെസ്റ്റ് എടുക്കുക, കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുക, നന്നായി വെള്ളം കുടിക്കുക, നന്നായി ഉറങ്ങുക എന്നീ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി വരുന്ന പ്രഗ്നൻസി അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.